ശ്രീ എസ് രാജേന്ദ്രൻ. രണ്ടാം ഘട്ട ജനകീയാസൂത്രണ പദ്ധതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനായി ആസൂത്രണ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ബി. അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് അധ്യക്ഷനായും ആസൂത്രണ പ്രക്രിയയിൽ സഹായിക്കാൻ കഴിയുന്ന ഒരു വിദഗ്ധൻ ഉപാധ്യക്ഷനായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, സന്നദ്ധ സേവകരായ വിദഗ്ധർ എന്നിവർ അംഗങ്ങളായും സെക്രട്ടറി കൺവീനറായുമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനതല ആസൂത്രണ സമിതി രൂപീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സി. പദ്ധതി ആസൂത്രണ നിർവഹണം എന്നീ പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ട ഉപദേശങ്ങൾ നൽകുക, വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഭരണസമിതിയെ സഹായിക്കുക, പ്രാദേശികാസൂത്രണത്തിന് അനുയോജ്യമായ പഠനം നടത്തുക, പ്രാദേശികാസൂത്രണത്തിന് ആവശ്യമായ വിവരശേഖരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആസൂത്രണ സമിതിയെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഡി. ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളിൽ പുതുതലമുറയുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ സോഷ്യൽ മീഡിയ ഫലപ്രദമായി ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാധ്യതക്കനുസരിച്ച് പുതുതലമുറയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലേക്ക് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാവുന്നതാണ്. ശ്രീ രാജേന്ദ്രൻ. സർ, EMS-ൻ്റെയും നയനാർ ഉൾപ്പെടെയുള്ളവരുടെ ആശയവും പ്രവൃത്തിയും ജനങ്ങളിലേക്ക് ജനപങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിലേക്ക് വന്നിട്ടുള്ള പദ്ധതിയാണ് സർ. ലോകത്തും ഇന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ പദ്ധതിയെ സംബന്ധിച്ച് ഇപ്പോഴും പഠിക്കാനെത്തുന്നുണ്ട്. സർ, ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള പദ്ധതികൾ അവതാളത്തിലാകുന്നുണ്ട്. ഇപ്പോൾ ആസൂത്രണ പദ്ധതിയിൽ പഞ്ചായത്ത് തലത്തിൽ പോലും അവിടെ ഭരണപക്ഷം പ്രതിപക്ഷം എന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. എന്നാൽ ഇപ്പോഴും ഫണ്ട് വിനിയോഗിക്കുന്ന ചില കാര്യത്തിലും അതുപോലെ തന്നെ എൻജിനീയറിംഗ് വിങ്ങും ഭരണസമിതിയും സെക്രട്ടറിയുമായുള്ള ഇടപെടലുകളുടെ പ്രശ്നത്തിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ ചില സ്ഥലങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, തുക വിനിയോഗം ചെയ്യുന്ന കാര്യത്തിലും നടപ്പിലാക്കുന്ന കാര്യത്തിലും ഒട്ടനവധി പ്രയാസങ്ങൾ നിലവിലുണ്ട് എന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? സർ, പദ്ധതിയുടെ നിർവഹണത്തിൻ്റെ കാര്യത്തിൽ ഈ സാമ്പത്തിക വർഷം 2016-17 സാമ്പത്തിക വർഷം മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാരണം ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ₹1 പോലും പദ്ധതി ഇനത്തിൽ ചെലവഴിക്കാൻ സാധിച്ചില്ല. 3 തെരഞ്ഞെടുപ്പുകൾ വന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം അങ്ങനെ സംഭവിച്ചത്. എന്നാൽ പോലും ഫെബ്രുവരി 28 വരെ 2015-16 വർഷവും 2016-17 വർഷവും താരതമ്യം ചെയ്താൽ സംസ്ഥാന തലത്തിൽ മൊത്തം പദ്ധതി ചെലവ് 8.27% കുറഞ്ഞതായിട്ട് കാണുന്നത്. ഇത് മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നതിന് തീവ്രമായ പരിശ്രമങ്ങൾ തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്. അധികാര വികേന്ദ്രീകരണം ജനങ്ങൾക്ക് അനുഭവേദ്യമാക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ജനകീയാസൂത്രണം അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതോടെ അടുത്ത സാമ്പത്തിക വർഷം, ഇപ്പോൾ നടന്നുവരുന്ന സാമ്പത്തിക വർഷം തീർച്ചയായും ഈ പ്രശ്നങ്ങളെ വിജയകരമായി നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ എക്സ്പെൻഡിച്ചർ സ്പില്ലോവറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റെടുക്കുകയും നടപ്പിലാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടായി. സർ, എൻജിനീയറിംഗ് വിങ്ങിൻ്റെ കാര്യം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതിൽ ഗൗരവകരമായി ഒന്ന് കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്നത് മാലിന്യ സംസ്കരണം പോലെ തന്നെയാണ് കുടിവെള്ളത്തിൻ്റെ വളരെയേറെ ആവശ്യമുള്ളത്. ജലനിധി ഉൾപ്പെടെ ഒട്ടനവധി പദ്ധതികൾ വരികയും പഞ്ചായത്തുകളുമായി യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാത്ത പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്കത് വീണ്ടും പഞ്ചായത്തുമായി ഏകോപിച്ചുകൊണ്ട് നടക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുണ്ടോ? അതിനെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാവോ? സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഒരു പ്രത്യേക എൻറ്റിറ്റി ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണസമിതികൾക്കോ പ്രസിഡന്റിനോ എഞ്ചിനീയർമാരുടെ മേൽ ഒരു നിയന്ത്രണവുമില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് നമുക്ക് ശാശ്വതമായി പരിഹരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യപടിയാണ് ബഹുമാന്യനായ ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. എഞ്ചിനീയർമാർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയാകും ഇനി ശമ്പളം നൽകുക. സത്യത്തിൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട പ്ലാൻ ഫണ്ടിൽ നിന്ന് പണം പിടിച്ചുവെച്ചാണ് സംസ്ഥാന സർക്കാർ എഞ്ചിനീയർമാർക്ക് പണം നൽകി വന്നിരുന്നത്. അത് മാറ്റി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തന്നെ പ്രസ്തുത പണം കൈമാറുകയും അവർ തന്നെ നേരിട്ട് എഞ്ചിനീയർമാർക്ക് ഇത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണ സമിതികൾക്ക് എഞ്ചിനീയർമാരുടെ മേൽ വ്യക്തമായിട്ടുള്ളൊരു നിയന്ത്രണം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ശ്രീ എ. എം. ആരിഫ്. സർ,
ജനകീയ ആസൂത്രണമെന്ന ആശയം തന്നെ ജനങ്ങൾക്ക് കൂടി ആസൂത്രണത്തിൽ പങ്കാളിത്തം നൽകുന്നു എന്നതിനെയാണ് ധ്വനിപ്പിക്കുന്നത്. ആസൂത്രണ വൈദഗ്ധ്യം ഉള്ളവരും അറിവും അനുഭവവും ഉള്ള വ്യക്തികളുടെ കഴിവും കാര്യങ്ങളും അവരുടെ അനുഭവങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തുന്നത് വളരെ വലിയ നല്ല ഒരു കാര്യമാണ് സർ. എന്നാൽ ഇത്തരം സമിതികൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വൈദഗ്ധ്യങ്ങളും ഒക്കെ കൈമാറുന്ന ഇത്തരം സമിതികളുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും പദ്ധതി നിർവഹണത്തിൽ കാലതാമസം ഉണ്ടാക്കുന്നു എന്ന ചില അനുഭവങ്ങളും ചില പരാതികളും ഒക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് സർ. അപ്പോൾ ഏത് ആസൂത്രണ വൈദഗ്ധ്യവും നമ്മൾ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം കാലതാമസം ഉണ്ടാവാതെ നോക്കുക എന്നതാണ് അതിപ്രധാനം സർ. ഇതിൽ മറ്റൊരു പ്രശ്നമുള്ളത്, ഈ ആസൂത്രണ വൈദഗ്ധ്യമൊക്കെ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റി കൂടി ഇടയ്ക്കിടയ്ക്ക് ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കും. അപ്പോൾ ഈ മാർച്ച് മാസത്തിലാണ് പദ്ധതി നിർവഹണത്തിന്റെ അവസാന ഘട്ടം. വളരെ ധൃതിയിൽ എല്ലാ പഞ്ചായത്തുകളും വളരെ വേഗത്തിൽ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ടാർ എടുക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയുന്നേ ഉള്ളൂ. ടാർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിറങ്ങുക. നേരത്തെ കോൺട്രാക്ടറോ അല്ലെങ്കിൽ കൺവീനർമാരോ വർക്ക് ചെയ്യുന്നവർ സിഡ്കോ മുഖേന എടുത്തുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് അത് മാറ്റിയിട്ട് സെക്രട്ടറിക്കും എ ഇ എല്ലാം കൂടി ചേർന്ന് ഉള്ള സംവിധാനം വഴി മാത്രമേ എടുക്കാവൂ എന്നുള്ള ഉത്തരവ് വന്നു. ആ ഉത്തരവ് തന്നെ പിന്നീട് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയും 11-ാം തീയതി എൻ്റെ കമ്മിറ്റിയും അക്കൗണ്ട്സും എല്ലാം കൂടി തീരുമാനിച്ച ശേഷം മാത്രമേ ടാർ എടുക്കാൻ പറ്റത്തുള്ളൂ. 11-ാം തീയതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിർവഹണം നടക്കത്തുള്ളൂ. സാർ അത് ഗൗരവമായൊരു പ്രശ്നമാണ്. ഇപ്പൊ എല്ലാ പഞ്ചായത്തുകളും എല്ലാ സ്റ്റേറ്റിലും മുഴുവൻ സ്ഥലത്തും നിൽക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് സാർ പറയുന്നത്. ഒരു പോയിന്റ് ചോദിക്കും. അത് ആ പോയിന്റാണ് സാർ. ഇങ്ങനെയുള്ള ഇത് കാരണം ഇപ്പോൾ മാർച്ച് ₹1 പോലും ചിലവഴി. ഇപ്പം ഞാൻ തുറവൂർ പഞ്ചായത്ത്, ഞാൻ എൻ്റെ ഓഫീസിൽ നിൽക്കുന്ന തുറവൂർ പഞ്ചായത്തിൽ പോലും ₹1 പോലും റോഡ് നിർവഹണവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്ന ശ്രദ്ധപ്പെടുത്തുകയാണ് സാർ. അപ്പം അതുകൊണ്ട് ഇത്തരം ഉത്തരവുകൾ ഇറങ്ങുന്നത് വളരെ നേരത്തെ ആവണം. മാറ്റം വരുത്താം, പക്ഷെ അത് നേരത്തെ ആവണം. ഇതൊക്കെ അവസാന ഘട്ടത്തിൽ നിർവഹണത്തെ തടസ്സപ്പെടുന്ന രൂപത്തിലേക്കുള്ള ഉത്തരവുകൾ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആസൂത്രണം നിർവഹണം വേഗത്തിലാക്കുക എന്നതുകൂടിയാണ്. ആസൂത്രണം വിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ വേഗത്തിലാക്കുക എന്ന പദ്ധതിക്ക് തടസ്സം വരുന്ന ഇത്തരം ഉത്തരവുകളെ ക്രമീകരിക്കുന്നതിന് വകുപ്പ് തലത്തിലുള്ള ശ്രദ്ധയും ഇടപെടലും ഉണ്ടാകുമോ എന്നാണ് അറിയുന്നത്. സർ, തീർത്തും സതുദ്ദേശപരമായിട്ടുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തത്. തദ്ദേശ സ്ഥാപനം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയത്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഒരു തീരുമാനമെടുത്തു. ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്ന സാധനങ്ങൾ മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങളോ മറ്റു സർക്കാർ സ്ഥാപനങ്ങളോ വാങ്ങാവൂ. ഏജന്റ് പണിയെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ടാർ ഉൽപ്പാദിപ്പിക്കാത്ത സിഡ്കോയിൽ നിന്ന് ടാർ എടുക്കുന്നത് തടഞ്ഞുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് ബന്ധപ്പെട്ട നിർമ്മിക്കുന്ന ഏജൻസിയിൽ നിന്ന് നേരിട്ട് സെക്രട്ടറിക്കോ കോൺട്രാക്ടർക്കോ എഇക്കോ എടുക്കാവുന്നതാണ്. കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു കെടുകാര്യസ്ഥത തുടർന്നു പോകാൻ അനുവദിക്കുന്നില്ല എന്ന ഒരു സതുദ്ദേശപരമായിട്ടുള്ള നിലപാടാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇത് പല തദ്ദേശ സ്ഥാപനങ്ങളും ടാറ് നേരിട്ട് തന്നെ IOCയിൽ നിന്നൊക്കെ വാങ്ങി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓതറൈസ്ഡ് ഡീലർഷിപ്പ് സിഡ്കോയോട് ഞങ്ങൾ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് എടുക്കുന്ന മുറക്ക് തീർച്ചയായും എല്ലാ ജില്ലകളിലും ഇതിനുള്ള സംവിധാനം അവരൊരുക്കിയാൽ വരും വർഷങ്ങളിൽ മാൽ പ്രാക്ടീസസ് ഒഴിവാക്കി ഇതിന് കഴിയുമോ എന്നുള്ള കാര്യവും ഗവൺമെൻറ് ആലോചിക്കും. ശ്രീ PT റഹീം. സർ, അങ്ങ് ബഡ്ജറ്റ് നിർദ്ദേശത്തിലെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. എഞ്ചിനീയർമാർ പ്രാദേശിക സർക്കാരുകളുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമായിരിക്കും. എഞ്ചിനീയർമാരുടെ ഡെസ്റ്റിനേഷൻ പ്രാദേശിക സർക്കാരുമായി ബന്ധപ്പെടുത്തിയായിരിക്കും. സർ, ഈ നമ്മുടെ ജനകീയാസൂത്രണ പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ PSCയും CSCയും മൃഗസംരക്ഷണ വകുപ്പും കൃഷി ഓഫീസും ഒക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാണ്. പക്ഷേ ഇപ്പോൾ എഞ്ചിനീയർമാരെ മാത്രമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ആക്കുന്നത്. MLA എന്നുള്ള നിലയ്ക്കുള്ള ഒരു സന്ദേഹം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രവർത്തികൾ MLAയുടെ ആസ്തി വികസന ഫണ്ടാണെങ്കിലും പ്രാദേശിക വികസന ഫണ്ടാണെങ്കിലും ഫ്ലഡാണെങ്കിലും ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് LSTയുടെ എഞ്ചിനീയർമാരാണ്. അപ്പോൾ ഇത് മുഴുവൻ തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റിൻ്റെ അധീനതയിലാക്കിയാൽ ഞങ്ങളുടെ കാര്യം എന്താകും എന്നതിനെ സംബന്ധിച്ച് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളൊരു ആശങ്കയും MLAമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട കാര്യമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ജനപ്രതിനിധികൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ളൊരു സംവിധാനമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വരുന്നു എന്നുള്ളത്
MLA-മാരോ MP-മാരോ ഒരാശങ്കയോടുകൂടി കാണേണ്ടതില്ല. അതിനെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതിയാകുമെന്നാണ് തോന്നുന്നത്. ശ്രീ പി ഉണ്ണി. സർ, സംസ്ഥാനത്ത് കുളങ്ങളും തോടുകളും നദികളും ഉൾപ്പെടുന്ന അമൂല്യമായ ജലസമ്പത്ത് സംരക്ഷിക്കുന്നതിനും വരും തലമുറകൾക്കായി കാത്തുസൂക്ഷിക്കുന്നതിനുമായി രണ്ടാം ഘട്ട ജനകീയാസൂത്രണ പദ്ധതി മുഖേന എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കും. സർ, രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട മെമ്പർ നിർദ്ദേശിച്ചതുപോലെ കുളങ്ങൾ നന്നാക്കുക, ജലസ്രോതസ്സുകൾ നവീകരിക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും ജനറൽ പർപ്പസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വളരെ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടും നിർവഹിക്കുന്നതിനുള്ള പദ്ധതികൾ രണ്ടാം ജനകീയാസൂത്രണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വെൽ റീചാർജിംഗ് ഉൾപ്പെടെ അത്തരത്തിലുള്ള പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകിയാകും രണ്ടാം ജനകീയാസൂത്രണം അതിൻ്റെ ആവിഷ്കരണ നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ള കാര്യം ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർ, ജനകീയാസൂത്രണത്തിൻ്റെ ഒന്നാം ഘട്ടത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട വിമർശനം, ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന പഞ്ചായത്ത് സമിതി അവരുണ്ടാക്കുന്ന പ്രപ്പോസലിൻ്റെ മേളിൽ പിന്നീട് ഈ സമിതി അവരുടെ അഭിപ്രായം എന്നതിനകത്ത് തിരുത്തലുണ്ടാക്കുകയാണ്. സർ, അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ആസൂത്രണ സമിതികൾ ഈ പഞ്ചായത്തുകളെയാണ് കൺട്രോൾ ചെയ്യുന്ന ഒരു നിലയിലേക്ക് വന്നുപെട്ടു എന്നുള്ള ഒരു വലിയ പൊതുവിമർശനം ഉണ്ടായിരുന്നു. സർ, ഇപ്രാവശ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് സമിതിയിൽപ്പെട്ട ആളുകൾക്കാണ് ജനങ്ങളോടുള്ള പ്രതിബദ്ധത. എന്നാൽ നാമനിർദ്ദേശം ചെയ്തു വരുന്ന മറ്റാളുകൾക്ക് അങ്ങനെ പഞ്ചായത്തിനോട് ജനങ്ങളുടെ പ്രതിബദ്ധത ഉണ്ടാകണമെന്നില്ല. ഇതിൽ പഞ്ചായത്തുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും മാർഗം അങ്ങ് കണ്ടിട്ടുണ്ടോ? ജനകീയാസൂത്രണം ആരംഭിച്ച ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിദഗ്ധ സമിതികൾക്ക് സാങ്കേതികാനുമതി നൽകുന്നതുൾപ്പെടെയുള്ള അധികാരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒരു സ്വയം വിമർശനം എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും കണക്കിലെടുക്കേണ്ടതാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രാവശ്യം വിദഗ്ധ സമിതികൾ ഉണ്ടാക്കിയപ്പോൾ അത്തരത്തിലുള്ള അധികാരങ്ങൾ നൽകാതെ ഒരു ഉപദേശക സമിതിയുടെ റോളിൽ ഈ വിദഗ്ധ സമിതി പ്രവർത്തിക്കണം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചത്. എല്ലാ മേഖലകളിലും വൈദഗ്ധ്യം ജനപ്രതിനിധികൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. വിവിധ മേഖലകളിൽ നല്ല പ്രൊജക്റ്റുകൾ വരുന്നില്ല എന്നുള്ളത് സമീപകാലത്തെ അനുഭവമാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് വൈദഗ്ധ്യമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ പഞ്ചായത്ത് തലങ്ങളിൽ തദ്ദേശ സ്ഥാപന തലങ്ങളിൽ ഉണ്ടാക്കി അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ബന്ധപ്പെട്ട ഭരണസമിതികൾക്ക് പ്ലാനുകൾ ഉണ്ടാക്കുന്നതിനും അവയുടെ നിർവഹണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ഇത്തരത്തിലുള്ള ഒരു സമിതി, ഒരു ഉപദേശക സമിതിയുടെ റോളിൽ കൊണ്ടുവരുന്നതിന് ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചത്. ശ്രീമതി ഗീതാ ഗോപി. അധികാരം ജനങ്ങൾക്ക് പകർന്നു നൽകിയപ്പോൾ ജനകീയാസൂത്രണ പ്രസ്ഥാനം കേരളത്തിന്റെ വേറിട്ടുള്ള വികസന പ്രസക്തിയുണ്ട് സാർ. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് അവരർഹിക്കുന്ന പ്ലാൻ ഫണ്ട് അവരവരുടെ വാർഡിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഒരുപോലെ കാണുന്ന കാഴ്ചപ്പാടാണല്ലോ സാർ ജനകീയാസൂത്രണ പദ്ധതി. പക്ഷെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന നാട്യ മണ്ഡലത്തിൽ നാട്യ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പ്രതിപക്ഷത്തിരിക്കുന്ന 4 മെമ്പർമാരുടെ പ്ലാൻ ഫണ്ട് പോലും നിഷേധിച്ചുകൊണ്ട് അവിടുത്തെ നിർവഹണ സംവിധാനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം സാർ. അങ്ങനെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഭരണപക്ഷം കാണുന്നൊരു നിലവാരത്തിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമുണ്ട് സാർ. ജനകീയാസൂത്രണ പദ്ധതി എല്ലാവർക്കും അർഹതപ്പെട്ടതാ. അത്തരം പദ്ധതി നിർവഹിക്കാൻ എല്ലാ ജനപ്രതിനിധികൾക്കും ആനുപാതികമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം പഞ്ചായത്തുകളിൽ. അങ്ങനെ എടുത്ത സെക്രട്ടറിക്ക് എതിരെ അങ്ങ് നടപടി എടുക്കുമോ സാർ? സാർ, ജനകീയാസൂത്രണം നമ്മൾ ആരംഭിക്കുന്നത് ജനതാൽപര്യപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് ശരിയാം വിധം വിനിയോഗിക്കണം എന്നുള്ള സതുദ്ദേശത്തിലാണ്. ഒരു പ്രദേശത്തിനും അത്തരത്തിലുള്ള ഫണ്ടുകൾ, വികസന ഫണ്ടുകൾ നിഷേധിക്കാൻ വേണ്ടി പാടില്ല. മതമോ ജാതിയോ രാഷ്ട്രീയമോ പദ്ധതിയുടെ നിർവഹണ ഘട്ടത്തിലേക്ക് കടന്നു വന്നാൽ ജനകീയാസൂത്രണത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അന്തസ്സത്ത തന്നെ ചോർന്നുപോകും. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ സൂചിപ്പിച്ച കാര്യം എന്താണെന്ന് പരിശോധിച്ച് അക്കാര്യത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുകയും എല്ലാ വിഭാഗം ആളുകൾക്കും എല്ലാ പ്രദേശക്കാർക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ അതിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ശ്രമിക്കുകയും ചെയ്യും. ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ. സർ, 2017-2018 ജനകീയാസൂത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ മാർച്ച് 31-നകം പദ്ധതികൾ സമർപ്പിച്ച് അനുവാദം നൽകണം, വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് സ്വാഭാവികമായി ജനകീയാസൂത്രണ ഭാഗമായി ആ മാർഗനിർദ്ദേശങ്ങളും ഗൈഡ് ലൈനും ഒക്കെ കൃത്യമായി നൽകാറുണ്ട്.
പക്ഷേ ഞാൻ ഇതുവരെയായി മാർഗനിർദ്ദേശങ്ങളെന്ന് പറഞ്ഞ് ഒരു പകുതിയോളം മാർഗനിർദ്ദേശം നൽകുകയും ബാക്കി പിന്നീട് നൽകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രേഖയാണ് നൽകിയിട്ടുള്ളത്. സർ, ഈ മാർച്ച് 31 തന്നെ ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനകത്ത് ഈ ഗൈഡ് ലൈൻ നൽകാതിരിക്കുന്നത് ഏറ്റവും എളുപ്പം ഇത് നൽകി അത് എല്ലാവരും കൈയുയർത്തിരിക്കുകയാണ്. ചോദ്യം പെട്ടെന്ന് ചോദിക്കുക, പെട്ടെന്ന് ഉത്തരം പറയാം. സാർ, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം 9 മാസം പദ്ധതിയുടെ രൂപീകരണത്തിനും 3 മാസം പദ്ധതിയുടെ നിർവഹണത്തിനും എന്നുള്ളതായിരുന്നു. അതാണ് പലപ്പോഴും എക്സ്പെൻഡിച്ചർ അവസാന നിമിഷത്തിലേക്ക് നീങ്ങുന്നതിന് ഹേതുവായിട്ടുണ്ടായിരുന്നത്. പക്ഷേ വരും വർഷങ്ങളിൽ അത് അവസാനിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് 3 മാസം പദ്ധതിയുടെ രൂപീകരണത്തിനും 9 മാസം പദ്ധതിയുടെ നിർവഹണത്തിനും എന്നുള്ള ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വന്നത്. അതിനാവശ്യമായിട്ടുള്ള മാർഗരേഖകൾ ഉണ്ടാക്കിക്കഴിഞ്ഞു. ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ ബന്ധപ്പെട്ടവർക്ക് നൽകി വരുന്നു. നേരത്തെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻ വർഷം ലഭിച്ച തുകയേക്കാൾ 10% അധികരിച്ച് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും അവരവരുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കണം എന്ന്. അത് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നു വരുന്ന ഒരു കാര്യം പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രശ്നം ഇതിലുണ്ടാകും. പക്ഷേ അതിനെ വിജയകരമായി തരണം ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഗവൺമെന്റ് കരുതുന്നത്. ശ്രീ ബി സത്യൻ. ലോക പ്രശസ്തമായി അംഗീകാരം കിട്ടിയ പദ്ധതിയായിരുന്നു സാർ. അതിൻ്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കാൻ കഴിയും സാർ. കാരണം ഞാനിവിടെ വിഷയത്തിലേക്ക് വരുന്നത്, സംസ്ഥാനത്തിന് ഒരു പ്ലാനുണ്ട്. സംസ്ഥാന ആസൂത്രണ ബോർഡും സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ തയ്യാറാക്കും സാർ. ജില്ലയ്ക്ക് ഒരു പ്ലാൻ ഇപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി പരക്കം പായുകയാണ് സാർ. സാർ, എത്രയേറെ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പിലായി പോകുന്നു. പക്ഷേ കുടിവെള്ളം ആ വിഷയത്തിൽ നിലവിലുള്ള സ്രോതസ്സുകളെ പ്രയോജനപ്പെടുത്തിയും ഭാവിയെ കണ്ടുകൊണ്ടുള്ള ഒരു ആസൂത്രണം എന്തുകൊണ്ട് നമുക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി കഴിയുന്നില്ല? ഇവിടെ മേജർ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, അതുപോലെ തന്നെ നിരവധി ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു സാർ. ഈ ഡിപ്പാർട്ട്മെന്റുകളെ ആകെ യോജിപ്പിച്ചുകൊണ്ട് അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി കുടിവെള്ളം എന്ന പ്രശ്നം സ്ഥായിയായി പരിഹരിക്കാൻ പറ്റുന്ന നിലയിൽ ഒരു പ്രത്യേക ഗ്രാമസഭാ യോഗം വിളിച്ചു ചേർക്കാനും അതിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള സമഗ്രമായ ഒരു ആസൂത്രണത്തിന് അങ്ങ് നേതൃത്വം നൽകും. സാർ, ജനകീയാസൂത്രണത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞിരുന്നത് സംയോജിതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വ്യാപകമായി നടന്നിരുന്നു എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും സംയോജിച്ചുകൊണ്ടും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സംയോജിച്ചുകൊണ്ടും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ, ബ്ലോക്ക് അടിസ്ഥാനത്തിലൊക്കെ നടന്നിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത്തരത്തിലുള്ള കൺവെർജന്റ് പ്രൊജക്റ്റുകൾ, സംയോജിതമായിട്ടുള്ള പദ്ധതികൾ നടക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ സൂചിപ്പിച്ച കാര്യം തീർത്തും ശരിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് നമുക്ക് ഫലപ്രദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കാറില്ല. പഞ്ചായത്തുകൾക്ക് വളരെ കുറച്ച് ഫണ്ട് മാത്രമേ ഉണ്ടാകൂ. ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ഈ മേഖലയിൽ ചെലവഴിക്കാൻ ഫണ്ടുകൾ ഉണ്ടാകും, ജില്ലാ പഞ്ചായത്തിനും ഫണ്ടുകൾ ഉണ്ടാകും. എന്നാൽ ഈ 3 ഫണ്ടുകളും സംയോജിപ്പിച്ചാൽ നമുക്ക് മോശമല്ലാത്ത ഒരു കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കും. എന്നാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള പദ്ധതികൾ ഈ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും എടുക്കുന്നത് കൊണ്ട് പലപ്പോഴും അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീങ്ങുന്നതിന് തടസ്സം വരാറുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും 13ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പരിഹരിക്കാൻ ആകും എന്ന് തന്നെയാണ് കരുതുന്നത്. ശ്രീ ഐ സി ബാലകൃഷ്ണൻ. ശ്രീ ഐ സി ബാലകൃഷ്ണൻ. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഫലമായി ഗ്രാമങ്ങളിൽ ജനങ്ങൾ ആസൂത്രണം ചെയ്തു വിടുന്ന പദ്ധതി ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാറൊക്കെ അംഗീകരിച്ച് DPCയുടെ അംഗീകാരം വാങ്ങിച്ച് പദ്ധതി ഇംപ്ലിമെൻറ്റിംഗ് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ ചില തടസ്സങ്ങൾ നേരിടുന്നു. ജില്ലാതലങ്ങളിൽ ഭരണസമിതി, തദ്ദേശ സ്വയംഭരണ ഭരണസമിതി അംഗങ്ങളെ വിളിച്ച് അവലോകനങ്ങൾ ചെയ്യുമ്പോൾ അവർ പറയുന്നത് പദ്ധതികളൊക്കെയായി മാർച്ച് 31 കൊണ്ട് പഴയ പോലെ ഫണ്ട് എക്സ്പെൻഡിച്ചർ ആകാൻ കഴിയില്ല എന്നുള്ളൊരു ചർച്ചയാണ് അവരിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഒന്ന്, ആവശ്യമായ സ്റ്റാഫ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലില്ല. മറ്റൊന്ന്, ആവശ്യമായ മെറ്റീരിയൽസ് കിട്ടാനില്ല എന്നുള്ളൊരു ചർച്ചയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അത് അങ്ങയുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു? സാർ, തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്റ്റാഫില്ല എന്നുള്ള പ്രശ്നം നിലനിന്നിരുന്നു. കാരണം കഴിഞ്ഞ 2 വർഷമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചായത്ത് തലങ്ങളിൽ പ്രമോഷനുകളൊന്നും നടന്നിരുന്നില്ല. ഏതാണ്ട് 184 പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ ഒഴിവുകളുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം സമയബന്ധിതമായി പ്രമോഷൻ നൽകി നികത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സെക്രട്ടറിമാരുടെ ഒഴിവെന്ന് പറയുന്നത് കേവലം 10 മാത്രമാണ്.
അതുപോലെ തന്നെ ജൂനിയർ സൂപ്രണ്ടുമാർ, അതും പ്രൊമോഷൻ നടക്കാത്തത് കൊണ്ട് നിരവധി പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടന്നിരുന്നു. അവിടെ 9 പോസ്റ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഒഴിവുള്ളത്. ഇങ്ങനെ തദ്ദേശ സ്ഥാപന തലങ്ങളിൽ പ്രൊമോഷൻ നടത്തി വാക്കൻസീസ് മുഴുവൻ ഫില്ല് ചെയ്യുകയും ഏറ്റവും താഴത്തെ വേക്കൻസി LD ക്ലാർക്കുമാരുടെ വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് PSCക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിമേലിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട് എക്സ്പെൻഡിച്ചർ ആകാത്തതിൻ്റെ കാരണം സ്റ്റാഫിൻ്റെ കുറവാണ് എന്നുള്ള പരാതി ഉണ്ടാവില്ല. അത് പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് ശക്തമായ നടപടികളെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ശ്രീമതി പ്രതിഭ ഹരി, പ്ലീസ്. സർ, ടാറിൻ്റെ പ്രൊവിഷൻ സാധാരണ മാറുന്നത് പഞ്ചായത്തിലെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറായിട്ടുള്ള AE ആണ്. നേരത്തെ ഇവിടെ ഒരു ബഹുമാന അങ്ങ് സൂചിപ്പിച്ചാണ്. എന്നാൽ ഇപ്പോൾ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്കാണ് AE അത് നിക്ഷേപിക്കുന്നത്. ആ പണം വീണ്ടും സെക്രട്ടറിയാണ് BPCL പോലുള്ള കമ്പനികളിൽ നിന്ന് ടാറിന് ഓർഡർ കൊടുക്കുന്നത്. ആ സമയത്ത് BPCLൻ്റെ റേറ്റ് AE പണം നിക്ഷേപിച്ച സമയത്തേക്കാൾ കൂടാറുണ്ട്. അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് പഞ്ചായത്തുകൾക്ക് വരുന്നുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ റേറ്റിൻ്റെ വേരിയേഷൻ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമോ? പഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ AEക്കും ബന്ധപ്പെട്ട കോൺട്രാക്ടർക്കും ടാറ് വാങ്ങാവുന്നതാണ്. ഓരോ ഘട്ടത്തിൽ ഇതിനുള്ള അധികാരങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഈ വേരിയേഷനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പഠിക്കുകയും അതിനെ സംബന്ധിച്ച് പ്രായോഗികമായിട്ടുള്ളൊരു നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് നൽകുകയും ചെയ്യും എന്നറിയിക്കുന്നു. ശ്രീ VT ബൽറാം. സർ, ഈ സംസ്ഥാന ഗവൺമെന്റ് പ്രധാനപ്പെട്ട ചില മിഷനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർ, ഈ മിഷനുകൾ പലതും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും നടപ്പാക്കപ്പെടുന്നത് പഞ്ചായത്തുകളിലൂടെയാണ് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. അക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ബജറ്ററി സപ്പോർട്ട്, ധനസഹായം നേരിട്ട് പഞ്ചായത്തുകൾക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കാരണം പഞ്ചായത്തുകളൊക്കെ ഇത് ഗവൺമെന്റിന്റെ പദ്ധതിയാണ്, ഗവൺമെന്റ് അതിന്റെ ഫണ്ട് നൽകും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. പക്ഷെ അക്കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. അങ്ങനെ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നടപ്പാക്കുന്നത് എങ്കിൽ അക്കാര്യത്തിൽ സ്വാഭാവികമായും MLA-മാരടക്കമുള്ള ആളുകൾക്ക് ഈ പദ്ധതികൾ റിവ്യൂ ചെയ്യാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും ഉള്ള ഒരു നേതൃപരമായ പങ്ക് വഹിക്കാനുള്ള സാഹചര്യം ഒരുക്കുക. ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം കൂടി പറയട്ടെ. സെക്രട്ടറിമാരുടെയൊക്കെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാം. സർ, എന്റെ മണ്ഡലത്തിലെ തൃത്താല ഗ്രാമപഞ്ചായത്തിൽ സവിശേഷമായിട്ടുള്ള സാഹചര്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി ഒരേ റൂമിലാണ് സർ ഇരിക്കുന്നത്. വളരെ അടിസ്ഥാന സൗകര്യത്തിന്റെ പ്രശ്നമാണ്. കാരണം പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാവും. ഇത് പലതരത്തിലുള്ള നേരത്തെ LDF മെമ്പർ പറഞ്ഞ രാഷ്ട്രീയ വിവേചനം ഈ രീതിയിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം പഞ്ചായത്തുകൾക്ക് നൽകുമോ? ഇക്കാര്യത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാവാത്ത തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് സാർ, രാഷ്ട്രീയ വിവേചനം ആരംഭിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തന്നെ തുടങ്ങുന്നത് കഴിഞ്ഞൊരു 9 മാസങ്ങൾക്കിപ്പുറമാണ്. അതിൻ്റെ മുമ്പ് 5 വർഷം രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിവേചനവും ഉണ്ടായിരുന്നില്ലല്ലോ. ആ കാലത്ത് അതൊക്കെ പരിഹരിക്കാമായിരുന്നു. രണ്ടാമത്തെ കാര്യം, പ്രശ്നം പരിഹരിക്കുന്നതിന് തീർച്ചയായിട്ടും എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ എല്ലാ പഞ്ചായത്തുകൾക്കും സ്വന്തമായിട്ട് ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ ഉണ്ടാവണമെന്നുള്ളത് ഈ സർക്കാരിൻ്റെ നയമാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സംഖ്യ ബഡ്ജറ്റിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഓഫീസുകളുടെ കെട്ടിടം, പുതിയ മുനിസിപ്പാലിറ്റികൾക്ക് കെട്ടിടം, തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, ഗ്രാമപഞ്ചായത്തുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, ഇതൊക്കെ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. ഇവിടെ മെഷീനുകളുടെ പ്രഖ്യാപനത്തെക്കുറിച്ചും അതിൻ്റെ നിർവഹണത്തെക്കുറിച്ചുമുള്ള ചില ആശങ്കകൾ ബഹുമാനപ്പെട്ട അംഗം മുന്നോട്ട് വെക്കുകയുണ്ടായി. ഏതൊരു പദ്ധതി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിഹിതമുണ്ടാകും, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു വിഹിതമുണ്ടാകും. തദ്ദേശ സ്ഥാപനങ്ങളുടെ തലയിൽ മുഴുവൻ ഭാരവും കെട്ടിവെച്ച് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കണം എന്നുള്ളതല്ല ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും. അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും സപ്പോർട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും തങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ മോണിറ്റർ ചെയ്യുന്നതിനുമുള്ള അവസരം നമ്മളുടെ MLA-മാർക്ക് നൽകുക തന്നെ ചെയ്യും.